നമസ്കാരം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഒരു രാജ്യം ഒരുപാട് കാലത്തെ പോരാട്ടങ്ങൾക്ക് ശേഷം സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. അപ്പോ ആ രാജ്യത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പറയുകയാണ്, ഈ സ്വാതന്ത്ര്യം ഒരു തട്ടിപ്പാണ്, ഇത് വ്യാജമാണ് എന്ന്. ഇന്ത്യൻ ചരിത്രത്തിലെ അങ്ങനെയൊരു നിർണായകമായ, അതേസമയം വളരെ വിവാദമായ ഒരു ഏടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കുറച്ചു മാസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ. അപ്പോഴാണ് ഈ മുദ്രാവാക്യം വരുന്നത്, യേ ആസാദി ജൂട്ടി ഹെ, ഈ സ്വാതന്ത്ര്യം വ്യാജമാണ്. ഇത് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ശരിക്കും രാജ്യത്തെ ഞെട്ടിച്ചൊരു പ്രഖ്യാപനമായിരുന്നു അത്. പക്ഷേ എന്തിനായിരിക്കും അവർ അങ്ങനെ പറഞ്ഞത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടുമ്പോൾ നമ്മൾ എത്തുന്നത് ഒരു പ്രത്യയശാസ്ത്രം, വിപ്ലവം, പിന്നെ ഒരു വലിയ തെറ്റായ കണക്കുകൂട്ടൽ, ഇതിന്റെയൊക്കെ കഥയിലേക്കാണ്. അപ്പോ ഇതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പിന്നോട്ടു പോകണം, രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ ആ ഒരു സമയത്തേക്ക്. കാരണം ഈ കഥയുടെയെല്ലാം തുടക്കം അവിടെ നിന്നാണ്. ആ സമയത്ത് സോവിയറ്റ് യൂണിയനിലെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു ആന്ദ്രേ ഷെദാനോവ്. അദ്ദേഹം ഒരു സിദ്ധാന്തം മുന്നോട്ടുവച്ചു. അതനുസരിച്ച് ലോകം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു വശത്ത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വ ചേരി, മറുവശത്ത് സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ ചേരി. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇനി കൂടുതൽ അഗ്രസീവാകണം, ഒരു ആക്രമണോത്സുകമായ നിലപാടെടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം. സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള ഈ ഒരു പുതിയ നിർദ്ദേശം സ്വാഭാവികമായും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലും വലിയ ചലനങ്ങളുണ്ടാക്കി. ശരിക്കും പറഞ്ഞാല് പാർട്ടിക്ക് ഉള്ളിൽ തന്നെ ഒരു വലിയ പൊട്ടിത്തെറിക്കിത് കാരണമായി. അങ്ങനെ പാർട്ടി ശരിക്കും രണ്ടായിട്ട് പിളർന്നു. ഒരു വശത്ത് മിതവാദിയായിരുന്ന പി.സി. ജോഷി. അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ച് മുന്നോട്ടു പോകാം എന്നായിരുന്നു. പക്ഷെ മറുവശത്ത് ബി.ടി. രണദിവയെ പോലുള്ള തീവ്ര നിലപാടുള്ളവർ. അവർക്ക് സോവിയറ്റ് യൂണിയന്റെ പുതിയ ലൈനായിരുന്നു ശരി, സായുധ വിപ്ലവം തന്നെ വേണം എന്നവർ വാദിച്ചു. അങ്ങനെ കൽക്കട്ടയിൽ വെച്ച് പാർട്ടിയുടെ രണ്ടാം കോൺഗ്രസ് നടന്നു. അവിടെ വെച്ച് ഈ തീവ്ര നിലപാടുള്ളവർ വിജയിച്ചു. ഫലമെന്തായിരുന്നു? മിതവാദിയായ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പി.സി. ജോഷിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതായത് പുതിയ ഇന്ത്യൻ സർക്കാരിനെ ഒരു തരത്തിൽ അംഗീകരിച്ചിരുന്ന സ്വന്തം നേതാവിനെ തന്നെ അവർ തള്ളിപ്പറഞ്ഞു. അപ്പോ ഈ പുതിയ തീവ്രവാദി നേതൃത്വം അധികാരത്തിൽ വന്നല്ലോ. അവർ മുന്നോട്ടുവെച്ച ആ ഒരു രാഷ്ട്രീയ നയമാണ് കൽക്കട്ട തീസിസ് എന്നറിയപ്പെടുന്നത്. സിംപിളായി പറഞ്ഞാൽ 1948 CPI അംഗീകരിച്ച ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു ഇത്. ഇതിലൂടെ അവർ ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. എന്നിട്ട് ഒരു വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനം തന്നെയായിരുന്നു അത്. ഈ തീസിസിന്റെ പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി അവർ പറഞ്ഞു, ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യം വ്യാജമാണ്. രണ്ടാമതായി, നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അവർ വിളിച്ചത് ആംഗ്ലോ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഒരു സഹായി എന്നാണ്. അതായത് ഒരു പാവ സർക്കാർ. പിന്നെ ഏറ്റവും പ്രധാനം, ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ പറ്റിയ ഒരു വിപ്ലവത്തിനുള്ള ശരിയായ സമയം ഇതാണെന്നും അവർ വാദിച്ചു. ഒന്നോർക്കണം, രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയത്താണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോ ഇതൊന്നും വെറും വാക്കുകളിലൊതുങ്ങിയില്ല. ഈ തീസിസ് പാസാക്കിയതിന് പിന്നാലെ പാർട്ടി നേരെ ആക്ഷനിലേക്ക് കടന്നു. അതെ, ഇതൊരു വെറും രാഷ്ട്രീയ പ്രസംഗം മാത്രമായിരുന്നില്ല, ആയുധമെടുത്ത് പോരാടാനുള്ള ഒരു നേരിട്ടുള്ള ആഹ്വാനം തന്നെയായിരുന്നു. ഈ തീസിസിനെ തുടർന്ന് CPI രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സായുധ പോരാട്ടങ്ങൾ തുടങ്ങി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു തെലങ്കാന. അവിടെ കർഷകർ ഹൈദരാബാദിലെ നിസാമിനെതിരെ ഒരു ഗറില്ലാ സമരം നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പുതിയ നയം വന്നതോടെ ആ സമരത്തിന്റെ ദിശ മാറി. അത് ഇന്ത്യൻ യൂണിയൻ സൈന്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടമായി മാറി. കേരളത്തിലേക്ക് വന്നാൽ തിരുവിതാംകൂറിലും സമാനമായ രീതിയിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ആളിക്കത്തി. ബംഗാളിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. അവിടത്തെ കാഗ്ദ്വീപിൽ കർഷകർ ജന്മിമാർക്കെതിരെ സമരം തുടങ്ങിയിരുന്നു. ഈ തീസിസ് വന്നതോടെ അതും ഒരു സായുധ കലാപത്തിന്റെ രൂപത്തിലേക്ക് മാറി. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ദുർബലമായ പാവ സർക്കാർ എന്ന് മുദ്രകുത്തിയ നെഹ്റു സർക്കാർ എന്തു ചെയ്തു? വളരെ വേഗത്തിലും ശക്തവുമായിരുന്നു സർക്കാരിന്റെ പ്രതികരണം. പാർട്ടിയെ നിരോധിച്ചു, നേതാക്കന്മാരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തു. പലർക്കും ഒളിവിൽ പോകേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ സായുധ കലാപങ്ങളെയെല്ലാം സർക്കാർ അതിശക്തമായി അടിച്ചമർത്തി. അങ്ങനെ
ആ സായുധ കലാപശ്രമം പൂർണ്ണമായും പരാജയപ്പെട്ടു. പാർട്ടിക്ക് വലിയ തിരിച്ചടിയേറ്റു. അപ്പൊ സ്വാഭാവികമായി ഒരു ചോദ്യം വരും: എന്താണ് ഇത്ര വലിയൊരു പരാജയത്തിന് കാരണം? എവിടെയാണ് അവർക്ക് കണക്കുകൂട്ടൽ പിഴച്ചത്? എന്തുകൊണ്ടാണ് ഈ വിപ്ലവശ്രമം ഇത്ര ദയനീയമായി പരാജയപ്പെട്ടത്? ഉത്തരം വളരെ ലളിതമാണ്. അവർ ആർക്കു വേണ്ടിയാണോ ഈ വിപ്ലവം നടത്തുന്നതെന്ന് പറഞ്ഞോ, ആ സാധാരണ ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ അവർക്ക് വലിയൊരു പിഴവ് പറ്റി. ഈ പരാജയത്തിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഇന്ത്യയിലെ യഥാർത്ഥ സാഹചര്യം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. ചൈനയിലെ മാവോയുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം, അതുപോലെ ഇന്ത്യയിലും കോപ്പിയടിക്കാൻ അവർ ശ്രമിച്ചു. പിന്നെ സോവിയറ്റ് യൂണിയനെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ശ്രമവും ഇതിനു പിന്നിലുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ കാരണം, ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ അന്നത്തെ സർക്കാരിനെ ഒരു പാവയായിട്ടല്ല കണ്ടത് എന്നതാണ്. അതെ, ശരിക്കും ഇതാണ് ആ വലിയ തെറ്റിദ്ധാരണ. ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ നെഹ്റുവിനെ കണ്ടത് ഒരു ബ്രിട്ടീഷ് പാവയായിട്ടല്ല, മറിച്ച് തങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു വിമോചകനായിട്ടാണ്. ആ ഒരു സർക്കാരിനെതിരെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യുദ്ധം പ്രഖ്യാപിച്ചത്. അവിടെയാണ് അവർക്ക് പൂർണ്ണമായി തെറ്റിയത്. അപ്പോ ഈ സംഭവം നമ്മളെ ഒരു വലിയ ചോദ്യത്തിനു മുന്നിൽ നിർത്തുന്നുണ്ടല്ലേ? ചരിത്രത്തിൽ ഇതുപോലെ എത്രയെത്ര വിനാശകരമായ തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ടാവാം. അതായത് ചില കടുംപിടുത്തമുള്ള സിദ്ധാന്തങ്ങളും സാധാരണ മനുഷ്യരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ. നിങ്ങൾക്കെന്തു തോന്നുന്നു?